നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കണ്ണൂർ സൽക്കാരങ്ങളിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ് കണ്ണൂർ സ്പെഷ്യൽ ബട്ടൂര. അപ്പോൾ ഒരു തവണയെങ്കിലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്നാക്കാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള കറിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ബൗളിലോട്ട് 1/2 കപ്പ് അളവിൽ പാലൊഴിച്ചു കൊടുക്കാം. ചെറു ചൂടുള്ള പാലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. തണുത്ത പാൽ വെച്ചിട്ട് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കരുത്. ഇതിനകത്തോട്ടേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പാല്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് അധികം പുളിയില്ലാത്ത തൈര് വേണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. കയ്യിൽ പുളിയുള്ള തൈരാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഒന്നുകിൽ സ്പൂണ് കൊണ്ടോ അതല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ ഈ തൈരും പാലും നമ്മൾ ചേർത്തിരിക്കുന്ന ഈസ്റ്റും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. 1/2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തത്. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മണമില്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്കിതിനു വേണ്ടി ഉപയോഗിക്കാം. അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് നമുക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇന്ന് നമ്മൾ 2 കപ്പ് മൈദ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്. ഈ ഒരു കപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് 250 ml കപ്പാണ് കേട്ടോ. ഈ ഒരു കപ്പ് വെച്ചിട്ട് തന്നെയാണ് എല്ലാ മെഷർമെൻറ്റ്സും എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഉപയോഗിക്കുന്ന കപ്പ് തന്നെ എല്ലാ അളവെടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം. നല്ലതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് കുഴച്ചെടുക്കുന്നത്. പാലിന് പകരമായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ടും കുഴച്ചെടുക്കാവുന്നതാണ്. പക്ഷേ പാൽ ഒഴിച്ച് കുഴച്ചെടുക്കുമ്പോൾ വരുന്ന ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതൊരു വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ മാക്സിമം പാൽ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുക. ഒട്ടും പറ്റില്ല എന്നുള്ളവർക്ക് മാത്രം വെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് കുഴച്ചെടുക്കണം. അതായത് ഒരു 5 മിനിറ്റ് തുടങ്ങി 6 മിനിറ്റ് വരെയെങ്കിലും നല്ലതുപോലെ കുഴച്ചെടുത്ത് മാവ് ഒട്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത മാവ് നല്ല രീതിയിൽ തയ്യാറായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ബൗളിനകത്തോട്ട് തന്നെ വെച്ച് കൊടുത്ത് ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മുഴുവനായിട്ട് നമ്മുടെ മാവിന് മുഴുവനായിട്ട് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. നല്ല തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു നോർമൽ ടെമ്പറേച്ചർ അതല്ലെങ്കിൽ ചൂടൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ 1/2 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാകും കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു 1/2 മണിക്കൂർ മാത്രമേ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈസ്റ്റിനനുസരിച്ചിട്ടും ടൈമിൽ കുറച്ച് മാറ്റം വരും. ഇതിപ്പോൾ 1/2 മണിക്കൂറിന് ശേഷമുള്ള മാവാണ്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ സോഫ്റ്റായിട്ട് കണ്ടോ. നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് സാധാരണ ചപ്പാത്തിക്കൊക്കെ നമ്മൾ ബോൾ തയ്യാറാക്കി എടുക്കുന്നത് പോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇത് മുറിച്ച് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സാധാരണ കണ്ണൂർ സ്റ്റൈലിൽ തന്നെ കണ്ണൂരിൻ്റെ സൽക്കാരങ്ങളിൽ ഉണ്ടാകുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇത്രയും എണ്ണാണ് നമുക്ക് ഈ ഒരു മാവിൽ നിന്ന് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കുന്നതിനായിട്ട് കുറച്ച് മൈദ വിതറി കൊടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കല്ലിൽ തന്നെ നിങ്ങൾക്കിത് പരത്തിയെടുക്കാവുന്നതാണ്. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരിക്കലും വളരെ കനം കുറഞ്ഞ് പരത്തി തയ്യാറാക്കി എടുക്കരുത്. അതുപോലെ തന്നെ എല്ലാ സൈഡും ഒരേ വണ്ണത്തിൽ വരുന്ന രീതിയിൽ വേണം എപ്പോഴും പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിയിൽ പൊങ്ങി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അത്യാവശ്യം കനത്തിൽ പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഒന്നിൽ നിന്ന് നമുക്കൊരു 4 പീസ് വരുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മാവ് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പരത്തിയെടുക്കുന്ന കണ്ടോ മാവ് കാണുമ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ബബിൾ പോലെ ഇതുപോലെ കിട്ടിയിട്ടുണ്ടാകും. ഇനി അടുത്തതായിട്ട് നല്ല ചൂടുള്ള എണ്ണയിലോട്ടൊക്കെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി വരണം. അതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങും. ഒന്നങ്ങ് പൊങ്ങി വരുന്ന സമയത്ത് കണ്ടോ നല്ല ബലൂണ് പോലെ വീർത്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കളറ് മാറി ഏകദേശം നമ്മൾ പൂരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു കളറിലായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. നമ്മളിന്ന് ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂരിൻ്റെ സ്പെഷ്യലായിട്ടുള്ള വറുത്തരച്ച ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വറുത്തരച്ച ചിക്കൻ കറി, ചെമ്മീൻ കറി, നല്ല സ്പൈസി ആയിട്ടുള്ള മസാലക്കറിയൊക്കെ ഇതിന് അടിപൊളി കോമ്പിനേഷനാണ്. ചന മസാലയാണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ ആ കറികളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്.
ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ചെക്ക് ചെയ്താൽ മതി. ഈ റെസിപ്പിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ചേരുവകളുടെയൊക്കെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.